ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 2025 സെപ്റ്റംബർ 5. ഇന്ന് തിരുവോണമാണ്. അങ്ങനെ അത്ത ഇടാൻ വേണ്ടിയിട്ട് പൂവെല്ലാം പിച്ച് ഇടുകയാണ്. കണ്ടോ, ഇത്രയും പൂ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. കണ്ടോ, കുറച്ച് കവറിലും ഉണ്ട്. എത്ര രൂപയായിരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത്രയും ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സമയം 12:45 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എല്ലാം നുള്ളി വെച്ചെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എണീറ്റ് ഇഡ്ഡലി, സാമ്പാർ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ അത്തമൊക്കെ ഇട്ട് വെച്ച്. കണ്ടോ, ഒരു ചെറുതായിട്ടൊരു സിമ്പിളായിട്ട്, പ്രത്യേകിച്ച് ഫാഷനൊന്നുമില്ല, സിമ്പിളായിട്ടൊരു അത്ത ഇട്ട് വന്നിട്ട് രാവിലെ ഞങ്ങളും 3 പേരും കൂടെ പനങ്കോട് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെങ്ങാനൂരൊക്കെ കുറച്ചൊന്ന് കറങ്ങാൻ പോയി. നീലകേശി ക്ഷേത്രം, അവിടെയും വലിയൊരു അത്തം ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നപ്പോൾ അവികുട്ടന് ചെറിയൊരു കാറ് വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഒരു കാറ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. കണ്ട വഴി കാണുന്ന എല്ലാ കാറും എടുത്തെടുത്ത് അങ്ങ് പോവുകയാണ്. പിന്നെ ഞങ്ങൾ കണ്ടോ, ഇത് പല ഭാഗങ്ങളിലായിട്ട് അത്തമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് പള്ളി നടയിലിട്ടിരിക്കുന്ന അത്തം, ശ്രീകൃഷ്ണൻ്റെ ഒരു അത്തം. പിന്നെ ഇത് ചാവടി നടയിലിട്ടിരിക്കുന്ന ഒരു ശ്രീരാമൻ്റെ അത്തം. ഇത് പനങ്ങോടിട്ടിരിക്കുന്ന ഒരു ഗണപതി ഒരു അത്തം. നല്ല ഭംഗിയായിരുന്നു, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് പിന്നെ ഞാനും ചേട്ടനും മോനും കൂടെ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് സദ്യക്കുള്ള ഒരുക്കങ്ങൾ വീണ്ടും തുടങ്ങി. അങ്ങനെ അത് സദ്യക്ക് വേണ്ടി ചിപ്സ്, ഉപ്പേരി, പൂന്തി. എനിക്ക് ബോളി അങ്ങനെ വലിയ ഇഷ്ടമല്ല, എനിക്ക് പൂന്തിയാണ് ഇഷ്ടം. പിന്നെ അവിയൽ, പിന്നെ ഇത് ബീട്രൂട്ട് കിച്ചടി, പിന്നെ ഇത് ചെറിയൊരു സാലഡ്. പിന്നെ എല്ലാ വർഷവും നമുക്ക് വെള്ള ക്യാബേജ് ഇല്ലേ, ഞാൻ ഇപ്രാവശ്യം വയലറ്റ് ക്യാബേജ് എടുത്തു. പിന്നെ സാമ്പാർ, പരിപ്പ് കറി, പച്ചടി, പിന്നെ ഇത് ഓലൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ്. പിന്നെ പായസം, പിന്നെ ഞാൻ കാണിക്കാത്തൊരു കറി കണ്ടോ, അത് നമ്മൾ പൈനാപ്പിൾ കറി. പിന്നെ ഇത് മധുര പൈനാപ്പിൾ കറിയാണ്. ഇത് രസം, പിന്നെ അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഇത് പൈനാപ്പിൾ പുളിശ്ശേരി, പപ്പടം, ചോറ്, പിന്നെ വെള്ളം. ഞങ്ങളിതേ തുടങ്ങി സദ്യ എല്ലാം ഒരുക്കി വെച്ചു. ഇതാണ് ഞാൻ കാണിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, ചേട്ടന് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ വൈകിട്ടൊന്ന് സിറ്റിയിൽ ഇറങ്ങി പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ ഞങ്ങളുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. പിന്നെ ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ്. കണ്ടോ, നല്ല ഭംഗിയാണ്. നേരിട്ട് കാണുമ്പം അതിനേക്കാൾ ഭംഗിയാണ്. നമുക്ക് ഇവിടെയൊക്കെ നല്ല കൂളായിട്ട് പോകാൻ പറ്റും കേട്ടോ. നല്ല സെക്രട്ടേറിയറ്റ് അവിടെയൊക്കെ നമ്മൾ. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് പോയി നിൽക്കുന്നത് PMGയിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബ്ലോക്ക്. PMG വഴി വീണ്ടും കറങ്ങി ഞങ്ങൾ പിന്നെ നന്ദാവനം ആ ഭാഗത്താണ് വണ്ടി കൊണ്ട് ഇട്ടിരുന്നത്. ഇവിടെയൊക്കെ നല്ല കൂളായിട്ട് നമുക്ക് പോകാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. കണ്ടോ, നല്ല വെട്ടമായിട്ട്. യെസ്, ഇതാണ് നമ്മുടെ നിയമസഭാ മന്ദിരം. കണ്ടോ, പയ്യെ പോകാനേ പറ്റുള്ളൂ, ഭയങ്കര തിരക്ക്. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു കേട്ടോ. ഈ വർഷം നമ്മൾ പയ്യാണ് പോയത്. അത്ര ബ്ലോക്കായിരുന്നു, എന്താണെന്നറിയില്ല. ഞങ്ങൾ നേരെ കനകക്കുന്നിലെത്തി. അവിടെയും ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടെ നിശാഗന്ധി സ്റ്റേഡിയത്തിനകത്ത് സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. അധികം കാണാൻ പറ്റില്ല, ദൂരം കാണുമ്പോഴേ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോഴേ ഞങ്ങൾ 3 പേരും ഇറങ്ങി. പിന്നെ അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഊഞ്ഞാൽ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. കണ്ടോ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒന്നിനും കാണാനോ ഒന്നിനും പറ്റിയില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. എല്ലാവരുമായിട്ടൊക്കെ ഒരു വൈബ് ഉണ്ടായിരുന്നു അതിനകത്ത്. വൈകിട്ട് ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണെങ്കിലും. ഇത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ. എല്ലാം സത്യം പറഞ്ഞാൽ നേരിട്ട് കാണണം. നമ്മളിതിൽ TV ഫോണിലൊന്നും കാണുക പോലെയല്ല, നേരിട്ട് കാണണം. അത് ഓണത്തിൻ്റെ അന്ന് തന്നെ പോകണം, അപ്പോഴാണ് തിരക്കും ബഹളമായിട്ട്. ഇത് കണ്ടോ, ഒരു 1000 ഡ്രോൺസ് വെച്ചിട്ടുള്ള ഒരു ലൈറ്റ് ഷോ ആണത്. പിന്നെ നമ്മൾ ആ രണ്ടുപേരും കൂടെ നടക്കുകയാണ്.
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പൊളിക്കുക തന്നെ. ഒന്ന് കാണാൻ വേറെ ഗെയിം അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നല്ല രസമായിട്ട് ഇങ്ങനെ എല്ലാവർക്കും പോവാൻ ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ചുമ്മാ ലൈറ്റും കണ്ട് ഇങ്ങനെ നടക്കാം, ഒരു രസം. അങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു ഗെയിം കിട്ടി. ഈ ഗെയിം ഞാൻ എവിടെ പോയാലും ഞങ്ങൾ കളിക്കും. ആദ്യത്തെ 2 പ്രാവശ്യം പോയപ്പോഴും എനിക്ക് ഇവിടെയല്ല, ഞങ്ങൾ വിഴിഞ്ഞത്ത് ഉറൂസിന് പോയപ്പോൾ കളിച്ചപ്പോൾ 2 പ്രാവശ്യം ഒരു സാധനം കിട്ടി, ഇങ്ങനെ കുട്ട പോലത്തെ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പൊട്ടിപ്പോയി. 18 വേണം, എനിക്ക് 17 കിട്ടിയുള്ളൂ. അങ്ങനെ എൻ്റെ 50 രൂപയും പോയിട്ട് ഇനി ഞാൻ എവിടെ കണ്ടാലും ഇത് കളിക്കും. കിട്ടണമെങ്കിൽ കിട്ടട്ടെ, പോണെങ്കിൽ പോട്ടെ. KKPP. എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു അങ്ങനെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗിന് വിടാം. താങ്ക് യു.